നിയമസഭയിൽ ഇന്നത്തെ താരം മുസ്ലിം ലീഗിന്റെ പി.കെ. ബഷീറായിരുന്നു. വേഷം ഏത് നാട്ടുകാരന്റേതായാലും സ്വന്തം ഭാഷയും ശൈലിയും വിട്ട് ഒരു കളിയില്ല. അത് സ്വന്തം നാട്ടിൽ നിന്നുള്ള ശത്രുവിനെതിരെയാകുമ്പോൾ ഒന്നുകൂടി ഉഷാറാകും. ഇന്ന് സംഗതി കെ.ടി. ജലീലിന് എതിരെയായിരുന്നു. എല്ലാവരും പിണറായിയെയും ജയരാജനെയും ബാലനെയും ഒക്കെ ആക്രമിക്കുമ്പോൾ ബഷീർ ജലീലിനെയാണ് തെരഞ്ഞെടുത്തത്. ഇപ്പൊ 100 വീട് എടുക്കണേ ഇമ്പിച്ചവാന്റെ പേരും പറഞ്ഞു നടക്കുക. 100 വീട് എടുക്കണ ആരെങ്കിലും പേര് ഞങ്ങളെ മാറിയുണ്ട്. ഞങ്ങളൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ള ആൾക്കാരാ. അപ്പൊ അതിനനുസരിച്ച് നിലവാരം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾ ഈ പേരും കാര്യങ്ങളും വെച്ചുകൊണ്ട് നടക്കൂല. അല്ലാതെ അതും ചില കുറിച്ചു അറിയാം. അങ്ങനെ ഞങ്ങള് ആണെങ്കിൽ ഞങ്ങൾക്ക് അത്ര നാളൊക്കെ ഞങ്ങൾക്ക് സേതത്രയോ ബാബയെ തങ്ങളുടെ പേര് ചൂടിനും ഷിയാർ തങ്ങളുടെ പേരൊക്കെ ചൂടിനും. പിന്നെ ജലീലും CH ഇവിടെ കിടക്കുന്നത് അനങ്ങാ പറ CH ഏതാ മുതൽ അത് മുത്ത തങ്കക്കൂട. ഇതോ ജലീൽ എവിടെയാ? ജലീലിന്റെ 3ാമത്തെ സത്രം അത് അറിയങ്ങള് അത് നിങ്ങൾ മനസ്സിലായിക്കോളി. 3ാമത്തെ സത്രം. 1 സിമി 2 ലീഗ് 3 നിങ്ങള് ഈ 4ാമത്തെ BJP സത്രേക്കാർ ഓരോ എവിടെയാ മെച്ചക്കിട്ട് അങ്ങോട്ട് പോകും. നമ്മളെ മുമ്പ് കണ്ടുപോരുത്. പഠിക്കുന്നല്ല ഈ നാട്ടിൽ ഇരുട്ട് മുമ്പ് പൊക്കോളണം. അല്ലെങ്കിൽ അതിന്റെ മയത്തിൽ നമ്മളെ കൈ കൊണ്ടായിരിക്കും. ഞാൻ കേൾക്കണേ സംശീറേ പ്രദീപ് ഇങ്ങളൊക്കെ പെറ്റുകൂടെ കമ്മ്യൂണിസ്റ്റാ. ഇങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടാ ബന്ധുകൂടികൾക്ക് ഇതൊക്കെ കൊടുക്കണേ. ഇതൊക്കെ സങ്കടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇപ്പൊ താടി അത് മൂപ്പരെന്തിനാ എത്ര CB ഇബ്രാഹിം എന്താ പറഞ്ഞത്? ഒരു പോലീസുകാർക്ക് ഇങ്ങനെ താടി വെച്ചത് എന്താ? ജലീലിന്റെ ഓൺ ഫാദറും ഗോഡ് ഫാദറും താടിയാണ്. അത് ഓൺ ഫാദർ മനസ്സിലായില്ലേ? അതിന് മലയാളം ഗോഡ് ഫാദർ അത് മനസ്സിലായില്ലേ? അപ്പൊ അത് 2 താടിയൊക്കെ ഉണ്ട്. അത് ഓൺ ഫാദർ സ്വന്തം പാപ്പ. മറ്റേ ഗോഡ് ഫാദർ പറഞ്ഞാൽ ഉപദേശം നടക്കുന്ന മതം പുതിയ ഒരു നബി ഉണ്ടല്ലോ അയാളും കൂടി. അത് നമ്മളെ AP കാതപുരം. ഇത്രയുമായപ്പോൾ ഫാദർ എന്ന പദമായി പ്രശ്നം. അച്ഛനെ വിളിച്ചു എന്ന് പരസ്യമായി പരാതിപ്പെട്ടിട്ടില്ലെങ്കിലും ഭരണപക്ഷം നന്നായി മുറുമുറുത്തു. മലയാളത്തില് ഇംഗ്ലീഷില് ഫാദർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെങ്കിൽ വാപ്പ എന്ന് പറയും, ക്രിസ്ത്യാനികളാണെങ്കിൽ പറയും. ആ അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഠിപ്പിച്ചോളൂ. എന്റെ വാപ്പാണ് ഞാൻ വാപ്പ തന്നെ പറയുള്ളൂ. അതിന് ഇംഗ്ലീഷാണ് ഹൂസ് ഫാദർ എന്ന് വെച്ചാൽ അതിന് എന്താ അത് ഇംഗ്ലീഷ്. അത് മനസ്സിലാക്കട്ടെ. നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ കുഞ്ഞാലിപ്പിടി സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കിക്കോളി. അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിന്റെ വിരക്കൂട്ടി ഒരു പോയിന്റിൽ ഒരു ഓർഡറും എനിക്ക് സമയം തരൂ. എന്താ ബലാലെ വായി പിടിച്ച് നിൽക്കും? എന്നോട് ഇവിടെ കയറരുതെന്ന് നമ്മൾ പറഞ്ഞല്ലേ? ഈ ഇവിടെ കയറി വന്ന് എന്തിനാ ചോദിച്ചത്? അല്ല നമ്മളെ ലൈഫ് ജീവിക്കാൻ സമ്മതിക്കില്ലേ? വിവരമില്ലാത്ത വക്കീലന്മാർ പലതും പറയാതൊന്നും നോക്കട്ടെ.